Good morning. Today going to talk about debentures. Source of finance എന്നുള്ള യൂണിറ്റിൽ ഡിബഞ്ചേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A debenture is a document issued by a company as an evidence of debt due from company with or without charge of an asset of the company. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആണ്, കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ്. ഒരു എവിഡൻസ് ഓഫ് ഡെറ്റ്, നമുക്ക് കടമായിട്ട് പൈസ തന്നിട്ടുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഡിബഞ്ചർ. ഒരു 5,000 10,000 നമുക്ക് കടമായിട്ട് തരുന്നു. ആ കടമായിട്ട് തരുന്ന എമൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഫോം ഓഫ് കമ്പനി വിത്ത് ഓർ വിത്തൗട്ട് ചാർജ് ഓഫ് ദ അസറ്റ് ഓഫ് ദ കമ്പനി. ഈ ആ കടം തരുന്നതിന് നമ്മളൊരു ചാർജ് ചെയ്യുക, അതായത് ഏതെങ്കിലും അസറ്റ് പണയം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ കടം നിങ്ങളുടെ നിന്ന് വാങ്ങുന്നത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അസറ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്തിട്ട് കടം വീട്ടാവുന്നതാണ് എന്നുള്ളത് കാണിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും അസറ്റ്, വെഹിക്കിൾസോ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ടികളൊക്കെ ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എമൗണ്ട് തരുന്നത്, ആ തരുന്ന എമൗണ്ട്, അതായത് പബ്ലിക് തരുന്ന എമൗണ്ട് നമ്മൾ കമ്പനി കടമായിട്ട് വാങ്ങുന്നു. അതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി അണ്ടർ സീൽ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഡ്യൂ ബൈ ടു ഇറ്റ്സ് ഹോൾഡേഴ്സ്. ഒരു അക്നോളജ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്, ഒരു സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാം. അതിൽ ഡ്യൂ ഇത്ര പൈസ ഞങ്ങൾക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് തരിക. ആ എമൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് തരുന്നതാണ് ഈ ഡോക്യുമെൻ്റ്. According to Companies Act, the term debenture includes debenture, stock, bonds and other securities of the company, whether constituting charging on the asset or company or not. നമ്മൾ ചാർജ് ചെയ്തിട്ടോ ചാർജ് ചെയ്യാതെ, അസറ്റ് ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് പണയം വെച്ചിട്ടോ പണയം വെക്കാതെ. പണയം വെക്കുക എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയൊക്കെ പണയം വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ എൻട്രി ചെയ്യും ഡിബഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളത്. ആ വണ്ടി കമ്പനി തന്നെയാണ് ഉപയോഗിക്കുക, പക്ഷേ അത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കാരണവശാൽ ഈ പൈസ തിരിച്ചു കൊടുക്കാണ്ടായ വണ്ടി വിറ്റിട്ട് പബ്ലിക്കിന് ഈ പൈസ ഈടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇതിന് സാധാരണഗതിയിൽ നമ്മളൊരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ്, നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ പലിശ അടയ്ക്കണ പോലെ ഇവർ എല്ലാ വർഷവും ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമുക്ക് തരും, പലിശ പോലെ തരും. അത് ഫിക്സഡ് ആയിട്ട് എല്ലാ വർഷവും നമുക്ക് കിട്ടും. അതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. Type of debentures. Naked debenture. Naked debenture, those which cannot carry on charge or asset of the company. ചാർജ് ഒന്നുമില്ല, നമ്മളൊരു 5,000 രൂപ കൊടുക്കുന്നു, 5,000 രൂപയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നു. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് 5 വർഷം കഴിയുമ്പോഴോ 10 വർഷം കഴിയുമ്പോഴോ അത് തിരിച്ചു കൊടുത്താൽ ആ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. മോർഗേജ് ഡിബഞ്ചേഴ്സ്. ദീസ് സെക്യൂർഡ് ഓർ ബൈ എ മോർഗേജ് ഓർ ചാർജ് ഓഫ് ദ അസറ്റ് ഓഫ് ദ കമ്പനി. സോ മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയുടെ ഏതെങ്കിലും അസറ്റ് ചാർജ് ചെയ്തിട്ട്, അതായത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പൈസ കിട്ടാതെ വന്നാൽ ഈ അസറ്റ് വിറ്റിട്ട് നിങ്ങൾക്ക് ആ പൈസ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്തിട്ട്, അതായത് അത് എഴുതിയിട്ട് എൻട്രി ചെയ്തിട്ട് തരുന്നതാണ് മോർഗേജ് ഡിബഞ്ചേഴ്സ്. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി അക്കോർഡിംഗ് ടു ദ ടേം സ്പെസിഫൈഡ്. ഇത് നമുക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് കനോട്ട് കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഈ ഡിബഞ്ചറുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി മെറിറ്റ്. ഡിബഞ്ചർ പ്രൊവൈഡ്സ് ഫണ്ട്സ് ടു ദ കമ്പനി ഫോർ ദ സ്പെസിഫിക് പീരീഡ്, സോ ദ കമ്പനി അപ്രോപ്രിയേറ്റ് അഡ്ജസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ ടു സ്യൂട്ട് ഇറ്റ് റിക്വയർമെൻറ്റ്സ്. ഇവർക്ക് ഡിബഞ്ചർ കിട്ടി കഴിഞ്ഞാൽ, ഡിബഞ്ചർ എന്ന് പറയുന്നത് നമുക്കൊരു എമൗണ്ട് കിട്ടുന്നതാണ്. അത് നമുക്ക് അതിനനുസരിച്ച് ഇത്ര എമൗണ്ട് നമുക്ക് ഡിബഞ്ചറായിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ ആ എമൗണ്ടൊക്കെ നമ്മൾ ഡിബഞ്ചറായിട്ട് വാങ്ങണു. അത് ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. ഡിബഞ്ചർ പ്രൊവൈഡ്സ് ഫണ്ട്സ് ടു ദ കമ്പനി ഫോർ എ ലോങ് പീരീഡ് വിത്തൗട്ട് ഡൈലൂട്ടിങ് ഇറ്റ്സ് കൺട്രോൾ. ഇവർ മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനൊന്നും വരില്ല. പൈസ തരുന്നു, ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണം. എല്ലാ വർഷവും നമ്മളൊരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഡിബഞ്ചർ എനേബിൾസ് ദ കമ്പനി ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആൻഡ് ദസ് പേ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് അറ്റ് എ റേറ്റ് ഹയർ ദാൻ ഓവർ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടണം. അതിന് വേണ്ടി ഇവർക്കൊക്കെ എന്ത് കൊടുക്കും? ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അവരൊരു ലിമിറ്റഡ് നമ്പറായിട്ട് നിർത്തും, ബാക്കിയുള്ളത് ഷെയർ ആയിട്ടോ മറ്റുള്ള പ്രിഫറൻസ് ഷെയറോ ഡിബഞ്ചറോ ഒക്കെ ആയിട്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഡിബഞ്ചറൊക്കെ ആണെങ്കിൽ അവർ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു കൺട്രോളിലും വരില്ല. അവർക്ക് എല്ലാ വർഷവും ഇത്ര ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവോൾവ് ചെയ്യാൻ വരില്ല. അപ്പോൾ ഡിബഞ്ചർ ഒട്ടും ഇൻവോൾവ് ചെയ്യാൻ വരില്ല. അവർക്കൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കൊടുത്താൽ മതി. അപ്പോൾ ഇവർക്ക് ഫിക്സഡ് പെർസെൻറ്റേജ് മാത്രമാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കിട്ടും. അതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. Debentures are more suitable for investors who are cautious and conservative, who particularly prefer stable rate of return with little no risk. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡിബഞ്ചർ വാങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ വർഷവും കൃത്യമായിട്ട് ഇൻട്രസ്റ്റ്
കിട്ടും. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റിസ്ക് ഒന്നും എടുക്കാൻ തയ്യാറല്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് ഡിബഞ്ചർ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഡീമെറിറ്റ്, റേസിംഗ് ഫണ്ട് ത്രൂ ഡിബഞ്ചേഴ്സ് ഇസ് റിസ്കി സിൻസ് ദ ഇവൻറ്റ് ഓഫ് ഫെയിലിയർ ഓഫ് ദ കമ്പനി to pay interest or principal installment in time. The debenture holder may resort to the extreme remedy for filing petition for winding up of the company. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിബഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് റിസ്ക്കാണ്. ഫിക്സഡ് പെർസെൻറ്റേജ് എല്ലാ വർഷവും കൊടുക്കണം. കറക്റ്റ് ടൈമിൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുകയും വേണം. 5 വർഷമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫെയിലിയർ ഓഫ് ദ കമ്പനിയിൽ എന്തെങ്കിലും വീഴ്ച വരികയാണെങ്കിൽ നമുക്കത് ഡിഫിക്കൽട്ടാണ്. ഡിബഞ്ചർ ആർ നോട്ട് സൂട്ടബിൾ ഫോർ കമ്പനീസ് ഹൂസ് ഏണിംഗ് ഫ്ലക്ച്വേറ്റ് കൺസിഡറി. ഡിബഞ്ചർ എന്താണ് സ്യൂട്ടബിൾ അല്ല, ഏണിങ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ചില വർഷം നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, ചില വർഷം ഒട്ടും പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. ഇവർക്ക് ഫിക്സഡ് പെർസെൻറ്റേജ് എല്ലാ വർഷം കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷെയർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. എവറി അഡീഷണൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ബിക്കം മോർ റിസ്കി ആൻഡ് കോസ്റ്റി ഓൺ അക്കൗണ്ട് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഈവൻ ഡിമാൻഡ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് റിസ്ക് ആണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണം. എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഒക്കെ റേറ്റ് ഒക്കെ എല്ലാ വർഷവും കൂടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രോഫിറ്റബിൾ അല്ലാത്ത കമ്പനി ആണെങ്കിൽ നമുക്കത് കമ്പനിയെ സംബന്ധിച്ച് അത് നഷ്ടമാണ്. അപ്പോൾ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിക്കാണെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ അത് നഷ്ടമാണ്. അതാണ് ഡീമെറിറ്റിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.